വേടൻ അല്ലെങ്കിൽ വേടർ സമുദായം എന്ന് പറയുന്ന ആദിവാസി സമുദായം പെട്ടവരാണല്ലോ. ഇതൊക്കെ പണ്ട് കാലത്തായിരുന്നു ഇത്തരം ജാതിപരമായിട്ടുള്ള വൈജാത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പണ്ട് കാലത്ത് ഒരു 150 വർഷങ്ങൾക്ക് മുന്നേ. ചേട്ടനെ ഒരു കാര്യം ചെയ്യാം, നാട്ടിലേക്ക് ഇറങ്ങിച്ചില്ല. എന്നിട്ട് ഇവിടെ ന്യൂ ജനറേഷൻ പിള്ളേർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ വെച്ചാൽ ഓൻ പ്രേമിച്ചത് ഇവർ ഉന്നത കുലജാതർ എന്ന് പറയുന്ന വീട്ടിൽ നിന്നാണ്. ഇവർ അത് നോക്കിയിട്ടുണ്ടാവില്ല പ്രേമിക്കുന്ന സമയത്ത്. പെണ്ണ് തെരഞ്ഞു ചെന്നാലാവും നീ ജാതി അതല്ലടാ ഇതല്ലടാ എന്ന് പറഞ്ഞിട്ട് അവൻ അടിച്ചോടിക്കുന്നുണ്ടാവുക. അതിൽ ഇടപെടൽ നടത്തിയിട്ട് ആ കല്യാണം ഒന്ന് കഴിച്ചു കൊടുത്തത്. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. പിന്നെ നിറത്തിന്റെ പേരുള്ള വേർതിരിവില്ലാന്ന് എന്റെ പൊന്ന് ചേട്ടാ. അപ്പൊ കഴിഞ്ഞ മാസം തന്നെ ഒരു ചേച്ചിക്ക് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി കിട്ടുക. ആ ജോലി കിട്ടി അവിടെ ചെന്നപ്പോ നീ SC അല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അവരുടെ മേലുദ്യോഗസ്ഥൻ എന്തൊക്കെ പറഞ്ഞു എന്നറിയാം നിങ്ങൾക്ക്? ഇത് നുണയല്ല ചേട്ടാ. നിങ്ങൾ ഈ വേടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് വൈറലാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു നിജസ്ഥിതി മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ആളുകൾ അടിച്ചമർത്തുന്നുണ്ട്. ഇവിടെ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അടിച്ചമർത്തലുകളുണ്ട്. അത് പരക്കെ ഇല്ല എന്നുള്ളൂ. പരക്കെ വേണമെന്നില്ലല്ലോ. എല്ലാവരും മനുഷ്യന്മാരല്ലേ. എനിക്കൊരു അനുഭവം ഉണ്ടാകുമ്പോ അത് നിനക്ക് മാത്രം ഉണ്ടായത്, മൊത്തം നിന്റെ ജാതിയിലുള്ള ആളുകൾക്ക് ഉണ്ടായതല്ലല്ലോ എന്ന് പറയാൻ പാടില്ല. അയാളും മനുഷ്യനാ. ആ മനുഷ്യന് ജീവിക്കണം ഇവിടെ. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ശബ്ദം ഉയർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇപ്പൊ ഈ വീഡിയോസും വാർത്തകളും ഒക്കെ കാണുന്ന ആളുകൾക്ക് തോന്നണം, അയ്യോ ഈ ജാതിയുടെ പേരിൽ അവനെ എന്തിനാ എല്ലാരും കൂടെ ഇങ്ങനെ തള്ളുന്നേ, അല്ലെങ്കിൽ ഈ നിറത്തിന്റെ പേരിൽ എന്തിനാണ് അവരെ ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് പറയാൻ ഒരാളെങ്കിലും വേണം. അത്രേ പറയുന്നുള്ളൂ. അതില് ഇമ്മാതിരി ഊളത്തരൊന്നും പറയില്ല ചേട്ടാ. 150 വർഷം മുമ്പ് നടന്ന കാര്യം അന്ന് പ്രത്യക്ഷത്തിലും ഉണ്ടായിരുന്നു. ഇന്ന് പ്രത്യക്ഷത്തിലല്ല, അത് വേറെ രീതിയിലാണ്. സംഖ്യയാണെന്ന് വിചാരിച്ച് നിങ്ങൾ തലച്ചോറ് പണയം വെക്കുന്നത് എന്തിനാ? മനസ്സിലാവാഞ്ഞിട്ടാ. ഇനി വേറൊരു ഭൂലോകം ഉണ്ട്, അതിനും കൂടി കേൾപ്പിച്ചാലും. നമ്മുടെ മുതുമുത്തച്ഛന്മാരുടെ കാലത്തുണ്ടായിരുന്ന കാര്യവും പറഞ്ഞ് 2025 ഈ ആധുനിക സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആരാണ് ശ്രമിക്കുന്നത്? 1989 പാസ്സായ SC/ST അട്രോസിറ്റി നിയമപ്രകാരം ഇന്ന് ഒരുവനെ അധകൃതനെന്നോ താണജാതിക്കാരനെന്നോ ജാതി പേര് പറഞ്ഞു വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം കട്ടപ്പുകയാണ്. 5 വർഷം മുതൽ അവനെ ഡെത്ത് പണിഷ്മെന്റ് വരെയാണ് SC/ST അട്രോസിറ്റി നിയമപ്രകാരം പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ അറിവുള്ള ഒരാള് പറഞ്ഞ വാക്കും കൂടി ഒന്ന് കേട്ടോളൂ. ഈ വേടനെ പോലെയുള്ള അനവധി പാണന്മാർ ഈ റാപ്പ് എന്ന പേരിലും സംഗീതം എന്ന പേരിലും എഴുതി കൂട്ടുന്ന കൂത്താട്ടം കൊണ്ട്, മയിര് പൊലയാടി എന്നൊക്കെയുള്ള തെറികൾ കൊണ്ട് ഈ പാവപ്പെട്ട സമൂഹത്തിന് എന്ത് തേങ്ങ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ഈ കരുതുന്നത്? എടാ കുണാപ്പ, നീ എന്ത് പൂ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്മാര്, അവരെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചാല് ഡെത്ത് പണിഷ്മെന്റ് വരെ കിട്ടുമെന്നാണ് നീ പറഞ്ഞത് അല്ലെ? ഡെത്ത് പണിഷ്മെന്റ് ഞാൻ അത് കേട്ടിട്ടില്ല, എന്തോട്ടെ. അങ്ങനെ പറഞ്ഞ നീ തന്നെയാണ് വേടനെ പോലെയുള്ള പാണന്മാര് ഇങ്ങനെയുള്ള പാട്ട്. വേടൻ പാണനായി ജനിച്ച മനുഷ്യനാ, അയാൾ പാണ സമുദായത്തിൽ ജനിച്ച മനുഷ്യനാ, കേട്ടില്ലേ? അവൻ പാണനായതുകൊണ്ട് തന്നെയാണ് ഇയാൾ എന്താക്കിയത്? ആ ജാതിപ്പേര് എടുത്ത് വിളിച്ചുകൊണ്ട് അവനെ വീണ്ടും അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. ഇവനൊക്കെ ഇവിടെ എന്തുണ്ടാക്കുമെന്നല്ലേ നീ പറയുന്നത്? അവൻ ഉണ്ടാക്കിയത് ഒരു കൂട്ടം നന്മയുള്ള ന്യൂ ജനറേഷൻ പിള്ളേരെ, നിന്റെ പോലെയുള്ള തണ്ട വൈബ് പിടിച്ചു നീക്കുന്ന ആളുകളെ അല്ല. ഇവിടെ പണ്ട് ഉണ്ടായിരുന്നു എന്ന് നല്ല ആർജവത്തോടു കൂടി പറയുമ്പോൾ അതിൽ അനുഭവിച്ചു വന്നിരുന്ന ആളുകളുണ്ട്. അവരുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇന്നും ആ അനുഭവങ്ങളിലൂടെ ഒക്കെ തന്നെ ജീവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി തമാശയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാനാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് ചില നാറികൾ പറയുന്നത്. അവനുണ്ടായ രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു. ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് വേടന്റെ കൂടെയുള്ള കുറെ ആളുകളും ചേർന്നുകൊണ്ടേ അവിടെ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ പല വീടുകളിലും വെള്ളം കയറിയിട്ട് ആകെ ലോക്കായി നിൽക്കുക. അപ്പൊ അവിടേക്കൊക്കെ നീന്താൻ അറിയുന്നവരും അറിയാത്തവരൊക്കെ ആയിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി പോവുക. അവിടെ പോയിട്ട് ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ അവര് രക്ഷപ്പെടുത്തി അവരെ വഞ്ചിയിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ, അയാളെ ജാതിയോ നിറമൊന്നും പറഞ്ഞത്, ഒരു മനുഷ്യൻ ഇവരെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അപ്പൊ വേടൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചപ്പോ ഇവരെ ആ SC കോളനി എന്നോ അല്ലെങ്കിൽ ആ കോളനി എന്നോ അങ്ങനെ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ജാതീയമായിട്ട് അധിക്ഷേപിക്കുക. ആകെ സങ്കടമായി. ആ സമയത്ത് അവൻ തിരിച്ചു ചോദിക്കുകയും ചെയ്തു. വേടൻ തിരിച്ചു ചോദിച്ചു അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ വളരെ മോശപ്പെട്ട രീതിയിൽ അത്ര അയാൾ പ്രതികരിച്ചത്. ജനങ്ങളെ, മനുഷ്യന്മാരെ സഹായിക്കാൻ മനുഷ്യനായിട്ട് ചെന്ന മനുഷ്യന്മാരെയാണ് അവൻ ആ രീതിയിൽ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ളതാ. അവൻ അത് ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായത് കൊണ്ടാണ് അവൻ പ്രതികരിച്ചത്. ഇനി രണ്ടാമത്തെ അനുഭവം, ഇവരുടെ കോളനി നിൽക്കുന്ന ഭാഗത്ത് ഒരു വലിയ പറമ്പുണ്ട്. ഈ പറമ്പ് ഒരു ഉയർന്ന ജാതിയാണ് അല്ലെങ്കിൽ വലിയ എന്തോ സംഭവമാണെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്ഥലം. അതിൽ കയറിയിട്ട് ഒരു മാങ്ങ ഒരു സാധാരണ ഒരു പയ്യൻ പൊട്ടിച്ചു. അത് പൊട്ടിച്ചതിന് ആ പയ്യന് കേട്ടേണ്ടി വന്നിട്ടുള്ള തെറികള്, അവന്റെ ജാതീയമായി അധിക്ഷേപിച്ചു, അവനെ കോളനി എന്ന് പറഞ്ഞ് നിറത്തിന്റെ പേരിൽ പല രീതിയിൽ അധിക്ഷേപിച്ചു. ആ പയ്യൻ വേടന്റെ അടുത്ത് വന്നിട്ട് കാര്യം പറയാ, എനിക്ക് അയാളെ തല്ലണം അല്ലെങ്കിൽ അയാളോട് പകരം ചോദിക്കണമെന്ന്.
വേടൻ നിസ്സഹായാവസ്ഥയാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം പൈസ ഉണ്ട്, പിന്നെ അവൻ ഉന്നത കുലജാതനാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഭയങ്കര വിഷമിച്ചു. ആ ഒരു പയ്യൻ അത് 3-4 ദിവസം നിരന്തരം പറഞ്ഞത്രേ. പക്ഷെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, തമ്പുരാനായി പോയില്ലേ. ആ ഒരു അവസ്ഥ വേടൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വേടൻ വെറുതെ ചുമ്മാതെ വന്ന് എഴുതിയൊന്നുമല്ല. പിന്നെ നിങ്ങളൊക്കെ കാറിൽ ഇരുന്നു കൊണ്ടും അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നിട്ട് അവിടെ നിന്ന് SC ആക്ട് പഠിച്ച് ഇത് ഇതാണെന്ന് പറയുമ്പോ നീ തന്നെ വീണ്ടും ആ പയ്യന്മാരെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ബോധം വേണോ? വിഷകലക്ക് പിന്നെ വിഷം തുപ്പിയേ പരിചയമുള്ളൂ. പക്ഷെ ഈ ചാണകം തിന്നെ നിങ്ങൾക്ക് ഈ ചാണകം ഒഴിവാക്കി കുറച്ച് ഗോതമ്പ് കഞ്ഞിയെങ്കിലും കുടിച്ചിട്ട് ബോധം വെപ്പിക്കണം കേട്ടോ. വേടന്റെ ഇന്റർവ്യൂവിന്റെ 2 കഷ്ണാണ്, ഒന്ന് കാണാം. എടാ പാണ എന്ന് വിളിക്കുന്നത് അവൻ തെറിയായിട്ടാണ് വിളിക്കുന്നത്. അവൻ എന്റെ ജാതിയായിട്ടല്ല അത് വിളിക്കുന്നത്, അതൊരു തെറിയാണ്. ആ ഒരു താഴ്ത്തലുണ്ടല്ലോ, ആ താഴ്ത്തലിനെതിരെയാണ് എന്റെ ശബ്ദം. കണ്ടില്ലേ, എന്നെ പാണ എന്ന് വിളിച്ചത് അവൻ തെറിയായിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. ആ താഴ്ത്തലുകളെയാണ് ഞാൻ എതിർക്കുന്നത് എന്നുള്ളത്. അതാ മണകൊണാഞ്ചിനുള്ള മറുപടിയാണേ. അപ്പോൾ പൊതുജനം സംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥകൾ മറ്റ് പറയുന്നവനെയൊക്കെ ഒറ്റപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹം ഇന്ന് ചെയ്യേണ്ടത്. അപ്പോ നന്ദി, നമസ്കാരം. നീ പോട പന്നി അവിടുന്ന്. ഒറ്റപ്പെടുത്തേണ്ടത് ആരെയാണ് ഞങ്ങൾക്കറിയാം, സംഘികളെ തന്നെയാണ്. ഇനി കൂടുതലായിട്ട് പറയണ്ട. കോളനികൾ കോളനി വാണങ്ങൾ എന്നൊക്കെ പറയുന്നിട്ട് വലിയ നായർ കോളനി എവിടെയാണത്? എവിടെയാണ് കേരളത്തിൽ എവിടെയാണ് ഒരു നായർ കോളനി? കോളനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴ്ത്തപ്പെട്ട മക്കൾ ജീവിക്കുന്ന ഇടങ്ങളാണ്. കോളനി വാണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മക്കളെ തന്നെയാണ്, ഈ ജനങ്ങളെ തന്നെയാണ് ഇവർ റെപ്രസെന്റ് ചെയ്തിട്ട് ഈ വാക്കുകൾ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത് ജാതീയതയാണ്. അറിഞ്ഞോ അറിയാതെ ഇപ്പോഴത്തെ ജനറേഷനും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അവൻ കോളനിയാണ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കൂട്ടം മനുഷ്യന്മാരെ തന്നെയാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹജീവിയെ തന്നെയാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കളിയാക്കാനും മോശക്കാരനാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അത് അവസാനിപ്പിക്കുക. ഞാൻ പാണ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. മുകളിൽ നിൽക്കുന്ന ജാതി എന്ന് പറയുന്നവരെ അവരെങ്ങനെയാണ് മുകളിൽ നിൽക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് താഴ്ന്നത്? എന്റെ ചോദ്യം അതാണ്. ഞങ്ങൾ എങ്ങനെയാണ് താഴ്ന്നവരാകുന്നത്? ജാതി നമുക്ക് എല്ലാവർക്കും അറിയാം, ജോലി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം കൂടി തന്നെയാണ് ജാതി. അപ്പൊ അതൊക്കെ ബ്രേക്ക് ആയി തുടങ്ങി. ഇപ്പൊ പുലയന്മാരെല്ലാവരും കൃഷിപ്പണിക്ക് പോകുന്നവരാണ്. അപ്പൊ ഞാൻ പാടം ജാതിയിൽപ്പെട്ടവനാണ്. മറ്റൊരു ജാതിയേക്കാളും ഏതെങ്കിലും മനുഷ്യരെക്കാളും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും താഴ്ന്നു നിൽക്കുന്നില്ല. ജാതി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ജാതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാത തന്നെയാണ് പിന്തുടരേണ്ടത്, അല്ലെ? ജാതി പറഞ്ഞുകൊണ്ട് തന്നെ ജാതിയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു സമയത്ത് ഒരു ട്രെൻഡിങ് വന്നിരുന്നു. ആ ഒരു സമയത്ത് പല ആളുകളും തന്റെ ജാതിവാല് എടുത്തു കളഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറെ കമ്മ്യൂണിസ്റ്റുകാരും കുറെ കോൺഗ്രസ്സുകാരും മാത്രമാണ് ചെയ്തിട്ടുള്ളത്, BJP-കാരൊന്നും അത് എടുത്തു കളഞ്ഞിട്ടില്ല. കാരണം ഇത് പാരമ്പര്യമായി ഞങ്ങൾക്ക് കിട്ടുന്ന പേരാണ്, അത് പേരിനോട് കൂടി തന്നെ ഇരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം മറ്റൊന്നാണ്, ഞങ്ങൾ വലിയവരാണ്, നിങ്ങൾ താഴെയുള്ളവരാണ് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നത് തന്നെയാണ്. എല്ലാ നായന്മാരും, എല്ലാ വമ്പരിമാരും, എല്ലാ മേനന്മാരും, എല്ലാ പണിക്കരും എല്ലാവരും മോശക്കാരല്ല എന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. എന്നാൽ എല്ലാവരും നല്ലവരുമല്ല. കുറച്ച് ആളുകൾ നല്ലവരുണ്ടാവും, കുറച്ച് ആൾക്കാർ മോശം ഉണ്ടാവും. അതിന് ഏത് ആളായാലും മനുഷ്യന്മാരായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ വേണം, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്നും അത്തരം വിവേചനങ്ങൾ നമ്മുടെ നാട്ടിൽ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരസ്യമുണ്ട്, ഗ്ലൂട്ടോതയോൺ അങ്ങനെ എന്തൊരു സംഭവമാണ്. പണ്ട് ഇവർ കറുത്തവരായിരുന്നു, ഇന്ന് വെളുത്തവരാണ് എന്ന് പറഞ്ഞിട്ട് അതേ നിറത്തിലുള്ള ആളുകൾ തന്നെ അത്തരം പരസ്യങ്ങൾ പണം വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ശരിക്കും അത് ഹെൽത്തിന് ഭയങ്കര പ്രശ്നമുള്ള മരുന്നുകളാണ്. അങ്ങനെ ഒരുപാട് സൗന്ദര്യ വർദ്ധക വസ്തുക്കളൊക്കെ വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൂടെ തന്നെ നമ്മൾ ഈ ഒരു നിറത്തിന്റെ പേരിൽ ആളുകൾ അധിക്ഷേപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തമാശക്കെങ്കിൽ പോലും നമ്മളെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഈ ഒരു ഡയലോഗുകളൊന്നും അടിക്കരുത്, ആദീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക, അവരുടെ മനസ്സിലേക്കൊന്നും കയറ്റി കൊടുക്കാതിരിക്കുക. ഇപ്പൊ വേടനെ പിന്തുടരുന്ന ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനെ പിന്തുടരുന്നുണ്ട്, അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരാള് ഒരു ദുശീലം ഉണ്ടായിരുന്നു എന്ന് കരുതിക്കൊണ്ട് അയാൾ നിരന്തരം ആ ദുശീലക്കാരനാണ് എന്ന് നമ്മൾ പറയാൻ നമ്മൾ ആളല്ല. അയാളെ നിർത്തുന്നു എന്ന് പറയുമ്പോൾ അയാളെ നിർത്തണേ എന്ന് പറയാതെ അവൻ അതാണെന്ന് ഇടക്കിടക്ക് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് വിമർശിക്കുന്നത് നല്ലതാണ്. നീയും അത്ര നല്ലവനാണോ എന്നുള്ളൊരു കാര്യം. നീ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ മോശമായിരിക്കും. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയിൽ വേടനെയും എന്നെയും തെറി വിളിക്കാൻ വരുന്ന ആളുകളുടെ മനോഭാവം അത് തന്നെയാണ്. അത്രേ പറയുന്നുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.